നമസ്കാരം, ഏവർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യശ്രീ. നോക്കാം വാർത്തകൾ വിശദമായി. ആദ്യം പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സമാധാന ചർച്ചകൾക്കായുള്ള US സംഘത്തിന്റെ യാത്ര റദ്ദാക്കി ഡൊണാൾഡ് ട്രംപ്. സ്റ്റീവ് വിറ്റ്കോഫും ജറാദ് കുഷ്ണറും പാകിസ്ഥാനിലേക്ക് പോകില്ലെന്നും യാത്ര റദ്ദാക്കിയതായും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. 18 മണിക്കൂർ വിമാനയാത്ര നടത്തിയിട്ട് ഒന്നും ചർച്ച ചെയ്യാനില്ല. ഇറാന് സംസാരിക്കണമെങ്കിൽ തന്നെ നേരിട്ട് വിളിക്കണമെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചു. ഇതോടെ മധ്യസ്ഥ ചർച്ചകൾക്ക് ഇനിയില്ലെന്ന സൂചന കൂടിയാണ് ട്രംപ് നൽകിയത്. നേരത്തെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയിരുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്നിവരുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് അബ്ബാസ് അറക്ചി ഉൾപ്പെടുന്ന സംഘം ഇസ്ലാമാബാദിൽ നിന്ന് യാത്ര തിരിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ആവശ്യങ്ങളുടെ ഔദ്യോഗിക പട്ടിക പ്രതിനിധി സംഘം പാകിസ്ഥാന് കൈമാറിയിരുന്നു. ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് UAE പ്രസിഡന്റ് നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ്. ആക്രമണം അവസാനിപ്പിക്കാനല്ല, മറിച്ച് ശക്തമാക്കാനാണ് ഇറാൻ ശ്രമിച്ചത്. ഗൾഫ് മേഖലയ്ക്കൊന്നാകെ ഇറാൻ ഭീഷണിയാണെന്നും ഗർഗാഷ് പറഞ്ഞു. ഫ്രാൻസിൽ നടക്കുന്ന വേൾഡ് പോളിസി കോൺഫറൻസിലായിരുന്നു UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷിന്റെ പ്രതികരണം. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം. ആക്രമണത്തിന് ആഴ്ചകൾക്ക് മുൻപ് മന്ത്രി ലാന നുസൈബ ഇറാൻ സന്ദർശിച്ചിരുന്നു. ഊഷ്മളമായ വരവേൽപ്പിനും ചർച്ചയ്ക്കും ശേഷമാണ് ഇറാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. മുൻ സെക്യൂരിറ്റി ചീഫുമായി UAE പ്രസിഡന്റ് സംസാരിച്ചിരുന്നതായും അൻവർ ഗർഗാഷ് വ്യക്തമാക്കി. ഏറ്റവും വിജയകരമായ ചർച്ചയ്ക്ക് ശേഷമാണ് ഇറാൻ മേഖല ആക്രമിച്ചത്. ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനേക്കാൾ തീവ്രമായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചു. ഇറാന്റെ മുഖംമൂടി അഴിഞ്ഞു വീണെന്നും എക്കാലത്തേക്കുമുള്ള ഭീഷണിയാണ് ഇറാനെന്ന് ഗൾഫ് മേഖല തിരിച്ചറിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. This will also affect Iran's position and posture in the region. It has now become very clear to the region, to the United Arab Emirates and other countries, that Iran is the long-term threat. And I think you have to define between relations and trust and confidence. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാൻ ഒരു നിലയ്ക്കും തയ്യാറായില്ല. ഇറാനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും പതിറ്റാണ്ടുകളെടുത്താൽ മാത്രമേ ഇനി അത് ഊട്ടിയുറപ്പിക്കാനാവുകയുള്ളൂവെന്നും അൻവർ ഗർഗാഷ് പറഞ്ഞു. 24 ദുബായ്. ഹജ്ജ് നിയമലംഘകരെ പിടികൂടാൻ മക്കയിൽ കർശന പരിശോധന. അനധികൃതമായി മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച നിരവധി വിദേശികളും അവർക്ക് യാത്രാ സഹായം നൽകിയവരും പിടിയിലായി. തീർത്ഥാടകരുടെ യാത്രാ വിവരങ്ങൾ സുതാര്യമാക്കാൻ നുസുക് കാർഡ് സേവനവും ആരംഭിച്ചതായി ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു. ഹജ്ജുമായി ബന്ധപ്പെട്ട് മക്കയിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി. മതിയായ പെർമിറ്റില്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചവരും അവർക്ക് യാത്രാ സഹായം നൽകിയവരും കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായി. നിയമവിരുദ്ധമായി മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച 6 പേരും യാത്രാ സഹായം നൽകിയ മ്യാൻമർ സ്വദേശിയുമാണ് ഏറ്റവും ഒടുവിലായി പിടിയിലായത്. ഇതിനു പുറമെ നിയമലംഘകരായ 4 വിദേശികളും ഡ്രൈവറായ സൗദി പൌരനും പിടിയിലായി. നിയമലംഘകരെ പിടികൂടുന്ന ദൃശ്യങ്ങൾ സുരക്ഷാ വിഭാഗം പുറത്തുവിട്ടു. സന്ദർശക വിസ ഉൾപ്പെടെയുള്ള രേഖകൾ ഉപയോഗിച്ച് മക്കയിലേക്കും ഹജ്ജുമായി ബന്ധപ്പെട്ട മറ്റു സ്ഥലങ്ങളിലേക്കും പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ സഹായിക്കുന്നവർക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും ലഭിക്കും. ഇവരുടെ വാഹനങ്ങൾ കണ്ടുകെട്ടാനും ശിക്ഷാ കാലാവധിക്ക് ശേഷം വിദേശികളെ നാടുകടത്താനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സന്ദർശക വിസയിലെത്തി ഹജ്ജിന് ശ്രമിച്ചാൽ 20,000 റിയാൽ വരെ പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ തീർത്ഥാടകരുടെ യാത്രാ വിവരങ്ങൾ സുതാര്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡിജിറ്റൽ നുസുക് കാർഡുകൾ പ്രാബല്യത്തിൽ വന്നതായി ഹജ്ജുംറ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 126ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് നുസുക് ആപ്പ് വഴി ഈ സേവനം പ്രയോജനപ്പെടുത്താം. നുസുക്, തവക്കൽന ആപ്പുകൾ വഴി ഡിജിറ്റൽ കാർഡുകൾ ലഭ്യമാകുമെങ്കിലും തീർത്ഥാടകർ കാർഡിന്റെ പ്രിന്റ് ചെയ്ത പകർപ്പ് നിർബന്ധമായും കൈവശം വെക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. 24 ജിദ്ദ. സൗദി അറേബ്യയുടെ സമഗ്ര മാറ്റത്തിന് വഴി തുറന്ന വിഷൻ 2030 പദ്ധതികളിൽ 93% കൈവരിച്ചതായി റിപ്പോർട്ട്. പദ്ധതിയുടെ 10ാം വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെയും നേതൃത്വത്തിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത വളർച്ചയാണ്. സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി എണ്ണ ഇതര വരുമാനം മാറുന്ന കാഴ്ചയാണ് റിപ്പോർട്ടിലുള്ളത്. സൗദിയുടെ സ്വപ്ന പദ്ധതിയായ വിഷൻ 2030ന്റെ 3ാം ഘട്ടത്തിന് തുടക്കമായിരിക്കുകയാണ്. പ്രഖ്യാപിച്ച 1290 പദ്ധതികളിൽ 950 എണ്ണവും പൂർത്തിയാക്കാൻ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്തിനായി.
2025 റിപ്പോർട്ട് പ്രകാരം ആകെ ലക്ഷ്യമിട്ട നേട്ടങ്ങളിൽ 93% കൈവരിച്ചു കഴിഞ്ഞു. 4.9 ട്രില്യൺ റിയാലിലേക്ക് സൗദി GDP വളർന്നപ്പോൾ അതിൽ പകുതിയിലധികവും എണ്ണേതര മേഖലയിൽ നിന്നാണെന്നത് ശ്രദ്ധേയമാണ്. തൊഴിൽ മേഖലയിലും വലിയ മാറ്റങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ 7.2% കുറയ്ക്കാൻ സാധിച്ചു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 35% ഉയർന്നു. വിനോദസഞ്ചാര മേഖലയിൽ 12.3 കോടി സന്ദർശകരെ ആകർഷിക്കാൻ സൗദിക്കായി. തീർത്ഥാടന മേഖലയിലും വലിയ വളർച്ചയുണ്ടായി. ഉംറ തീർത്ഥാടകരുടെ എണ്ണം 1.8 കോടി എന്ന റെക്കോർഡിലെത്തി. 700ഓളം ആഗോള കമ്പനികൾ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റിയതും നിക്ഷേപ സൗഹൃദാന്തരീക്ഷം ശക്തമാക്കിയതിന് തെളിവാണ്. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ആസ്തി 3.41 ട്രില്യൺ റിയാലായി വർദ്ധിച്ചതോടെ ആഗോള നിക്ഷേപ ഭൂപടത്തിൽ സൗദി നിർണായക ശക്തിയായി മാറി. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും വലിയ കുതിച്ചുചാട്ടം രാജ്യം രേഖപ്പെടുത്തി. വരും വർഷങ്ങളിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഭരണകൂടം. 24 ജിദ്ദ. 165 ബില്യൺ ആളുകൾക്ക് സാന്ത്വനമായി UAE വൈസ് പ്രസിഡന്റിന്റെ പ്രത്യേക സഹായ പദ്ധതി. 122 രാജ്യങ്ങളിലായാണ് സഹായം എത്തിച്ചത്. അതിനിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റബിൾ ഈന്തപ്പഴ ഫാക്ടറിയും UAE പ്രഖ്യാപിച്ചു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് എന്ന പ്രത്യേക ട്രസ്റ്റ് വഴിയാണ് വിവിധ രാജ്യങ്ങളിലേക്ക് സഹായം എത്തിച്ചത്. 2.3 ബില്യൺ ദിർഹത്തിന്റെ സഹായമാണ് ഇതുവരെ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് നൽകിയിട്ടുള്ളത്. 122 രാജ്യങ്ങളിലായി 165 ബില്യൺ ആളുകളിലേക്ക് സഹായമെത്തി. ആവശ്യക്കാർക്ക് പ്രത്യാശ നൽകുന്ന നീക്കങ്ങൾ UAEയിൽ നിന്നുണ്ടാകുമെന്നും രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്ക് സഹായമെത്തിക്കുമെന്നും UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം എക്സിൽ കുറിച്ചു. റമദാനിൽ പോഷകാഹാരക്കുറവ് നേരിടുന്ന കുട്ടികളെ സഹായിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. സംഘർഷ സമയത്തും സഹായങ്ങൾ ഇടതടവില്ലാതെ നടത്താനായതായി ട്രസ്റ്റ് യോഗം വിലയിരുത്തി. 2015 ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് ആരംഭിക്കുന്നത്. 30 സ്കീമുകളിലായാണ് സഹായ വിതരണം. അതിനിടെ കുട്ടികളുടെ വിശപ്പകറ്റാൻ UAE പ്രത്യേക ജീവകാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ചു. പോഷകാഹാരക്കുറവ് നേരിടുന്ന കുട്ടികൾക്കും ദുർബല വിഭാഗങ്ങൾക്കുമായി പ്രതിവർഷം 150 ദശലക്ഷം ഈന്തപ്പഴം ചേർത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രകൃതി ദുരന്തങ്ങളും സംഘർഷങ്ങളും ബാധിച്ച മേഖലയിലെ കുട്ടികൾക്കാകും പദ്ധതിയിൽ മുൻഗണന നൽകുക. 24 ദുബായ്. ജിദ്ദയിൽ അനാകിഷ് KMCCയും ഷറഫിയ അബീർ മെഡിക്കൽ സെന്ററും സംയുക്തമായി ജീവൻ രക്ഷാ പരിശീലനവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഷറഫിയ അബീർ മെഡിക്കൽ സെന്ററിൽ വെച്ച് നടന്ന ക്യാമ്പിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. CPR, പ്രാഥമിക ശുശ്രൂഷ എന്നിവയെപ്പറ്റി ഡോക്ടർ മുഹമ്മദ് ഫൈസ് പരിശീലനം നൽകി. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോൺഗ്രസിൽ CM ആരെന്നുള്ള ചർച്ചകളൊക്കെ തന്നെ സജീവമാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ വിലക്കി KPCC നേതൃത്വം. നേതാക്കളും പ്രവർത്തകരും പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കും വിധം പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. കോൺഗ്രസിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചർച്ചകൾ മുസ്ലിം ലീഗ് നേതൃത്വം തള്ളി. വിവാദങ്ങളിൽ പരോക്ഷ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ പാടില്ലെന്ന് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും നേതാക്കളുടെ പരസ്യപ്രസ്താവനകളും സമൂഹമാധ്യമങ്ങളിൽ നേതാക്കൾക്കായുള്ള പ്രചാരണങ്ങളും തുടരുകയാണ്. ചർച്ചകളിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDF ഘടകകക്ഷികൾ എതിർപ്പുയർത്തിയതോടെയാണ് KPCC നേതൃത്വത്തിന്റെ വിലക്ക്. പ്രസ്താവനകൾ അച്ചടക്കലംഘനമായി കണക്കാക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. സോഷ്യൽ മീഡിയ ചർച്ചകളിൽ പരോക്ഷ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. താൻ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണ നേതാവല്ല എന്ന് രമേശ് ചെന്നിത്തല. നമ്മളൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലേക്ക് വന്ന നേതൃനിരകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ പഴയ തലമുറ എന്ന് പറയുന്നില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ജനവികാരം കണക്കിലെടുക്കണമെന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നു. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ കാര്യമാക്കുന്നില്ലെന്നും UDFന് കീഴ്വഴക്കമുണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. അത്തരം ചർച്ചകളൊക്കെ കേരളത്തിലുണ്ടാവും, അതങ്ങനെ നടക്കും. ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ചർച്ച ചെയ്യുന്നതാണ്, കുറച്ച് നിങ്ങൾ ചോദിച്ചുണ്ടാക്കുന്നതാണ്. അതെല്ലാം കൂടിയാണത്. ഞങ്ങളതിൽ പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനം. ഇതിനിടെ VD സതീശനെ അനുകൂലിച്ച് എറണാകുളം ആലുവയിൽ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. UDF ജയിക്കും, VD സതീശൻ നയിക്കും എന്ന തലക്കെട്ടോടെയാണ് ഫ്ലെക്സ് ബോർഡ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തും കണ്ണൂരിലും VD സതീശന് അനുകൂലമായി ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരുന്നു. കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളുടെ ആയുസ്
അടുത്ത മാസം 4 വരെ മാത്രമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എറണാകുളത്ത് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തും ഉയർന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇന്നലെ തന്നെ ഞാൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ഇതിൻ്റെ എല്ലാ ആയുസ് 4-ാം തീയതി വരെയേ. 24 കൊച്ചി. സൗദി അറേബ്യയിൽ ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിന് തുടക്കം. റിയാദ് മുറബയിലെ അവന്യൂ മാളിൽ നടൻ ധ്യാൻ ശ്രീനിവാസൻ ഫെസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഫുഡ് ഫെസ്റ്റ് തീമിൽ തയ്യാറാക്കിയ 40 മീറ്റർ നീളമുള്ള ഭീമൻ കേക്ക് മുറിച്ചായിരുന്നു ഉദ്ഘാടനം. ലുലു ഹൈപ്പർ മാർക്കറ്റ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു. ഫെസ്റ്റിലെ ബിരിയാണി ചലഞ്ചിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലുടനീളം മേളയുണ്ടാകും. ഓരോ 2 ദിവസം കൂടുമ്പോഴും വ്യത്യസ്ത രാജ്യങ്ങളുടെ ഭക്ഷണ സംസ്കാരങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഫെസ്റ്റിന്റെ ക്രമീകരണം. ലുലു മിനിറ്റ്സ് വഴി ഓൺലൈൻ ഡെലിവറിയും ഭക്ഷണപ്രേമികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സൗത്ത് ഓസ്ട്രേലിയൻ തിരഞ്ഞെടുപ്പിൽ എണ്ണപ്പെടാത്ത വോട്ടുകൾ കണ്ടെത്തിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതിനു പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ചകൾ പുറത്തുവന്നത്. വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്നും പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വോട്ടെണ്ണലിന് മുൻപ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം തുറക്കുന്നതിനെ സംബന്ധിച്ച വിവാദങ്ങളാണ് കോഴിക്കോടും പാലക്കാടും ഉയർന്നതെങ്കിൽ ഫലപ്രഖ്യാപനം നടന്ന് 1 മാസം കഴിഞ്ഞ് എണ്ണാതെ പോയ വോട്ടുകൾ കണ്ടെത്തിയതാണ് ഓസ്ട്രേലിയയിൽ വിവാദമായിരിക്കുന്നത്. സൗത്ത് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ മാസം നടന്ന സംസ്ഥാന പൊതു തെരഞ്ഞെടുപ്പിന് പിന്നാലെ വോട്ടെണ്ണലിൽ വീഴ്ചകൾ കണ്ടെത്തിയത് രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തി. ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് എണ്ണപ്പെടാതെ പോയ ബാലറ്റുകൾ വിവിധയിടങ്ങളിൽ നിന്നായി കണ്ടെത്തിയത്. എൻഫീൽഡ്, ന്യൂലൻഡ് എന്നീ മണ്ഡലങ്ങളിൽ നിന്നുള്ള ചില വോട്ടുകൾ എണ്ണാതെ പോയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിച്ചു. ഇവയുടെ കൃത്യമായ കണക്ക് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും കണ്ടെത്തിയ വോട്ടുകൾ ഡസൻ കണക്കിന് വരുമെന്നാണ് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ നിരീക്ഷിച്ചത്. ഇതാദ്യമായല്ല തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിൽ പിഴവുകൾ സംഭവിക്കുന്നത്. നേരത്തെ പോർട്ട് പിരിയിലെ പ്രീപോൾ കേന്ദ്രത്തിൽ നിന്ന് എണ്ണപ്പെടാത്ത വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. പുതിയതായി കണ്ടെത്തിയ വോട്ടുകൾ ഭരണമാറ്റത്തെയോ ഫലത്തെയോ ബാധിക്കില്ല. എന്നാൽ ഇവ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വോട്ടുകൾക്കൊപ്പം ചേർത്ത് അന്തിമ കണക്കെടുപ്പ് മെയ് 1 പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഈ അശ്രദ്ധയ്ക്കെതിരെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചു. എന്നാൽ ഈ വീഴ്ചകൾ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സമഗ്രതയെ ബാധിച്ചിട്ടില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. 2026 മാർച്ച് 21 നടന്ന തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 47 സീറ്റുകളിൽ 34 എണ്ണവും നേടിയാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത് എന്നതിനാൽ ഈ വോട്ടുകൾ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഇടയില്ല എന്നതാണ് വിലയിരുത്തൽ. പെനീന മാത്യു, 24 ഓസ്ട്രേലിയ. തൃശൂർ പൂരത്തിന് പങ്കെടുക്കാൻ പോകുന്ന ആനകൾക്ക് യാത്രയയപ്പ് നൽകി ഗോപു നന്ദലത്ത് ഗ്രൂപ്പ്. 3 ആനകളെയാണ് ഗോപു നന്ദലത്തിന്റെ തൃശൂർ പൂത്തോളിലെ വസതിയിൽ നിന്നും അണിയിച്ചൊരുക്കി യാത്രയാക്കിയത്. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, നന്ദിലത്ത് ഗോവിന്ദകൃഷ്ണൻ, നന്ദിലത്ത് ഗോപികൃഷ്ണൻ, 3 ഗജവീരന്മാർ. തിരുവമ്പാടിക്ക് വേണ്ടിയാണ് ഇത്തവണ 3 പേരും എഴുന്നള്ളുന്നത്. എല്ലാ ലക്ഷണമൊത്ത തികഞ്ഞ ഒരു ആനയാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. ഗോപികണ്ണൻ അത് കുട്ടിയാനയാണ്, 17 വയസ്സിലെ കുട്ടിയാനയാണ്. ഇത് ഗോവിന്ദകണ്ണൻ, ഇത് ഗുരുവായൂർക്ക് നടയിരുത്താൻ വേണ്ടി കൃഷ്ണന് വേണ്ടി ഞാൻ വഴിപാടായിട്ട് വെച്ചിരിക്കുന്ന ആനയാണ്. പൂരം തൃശ്ശൂരുകാരുടെ വികാരമാണ്. അതിനൊത്ത യാത്രയയപ്പാണ് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പിന്റെ 3 ഗജവീരന്മാർക്കും നൽകിയത്. 24 തൃശ്ശൂർ. ഭിന്നശേഷി കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി തണൽ ജിദ്ദയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. തണൽ ജിദ്ദ വനിതാ വിഭാഗമാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ഭിന്നശേഷി കുട്ടികളെ പൊതുവിടങ്ങളിലേക്ക് കൊണ്ടുവരാനും അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സംഗമം. കുട്ടികൾക്ക് സന്തോഷവും ആത്മവിശ്വാസവും പകരുന്ന തരത്തിൽ വിവിധ പരിപാടികൾ ഒരുക്കിയിരുന്നു. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ സംഘടിപ്പിക്കാനാണ് ശ്രമമെന്ന് സംഘാടകർ അറിയിച്ചു. ഇത്തരം കുട്ടികൾക്കായി ഒരു സ്പെഷ്യൽ സ്കൂളും ഏർലി ഇന്റർവെൻഷൻ സെന്ററും സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് തണൽ ജിദ്ദ.
തീവണ്ടി ബാൻഡ് പുറത്തിറക്കുന്ന അശ്വം എന്ന പുതിയ സംഗീത വീഡിയോയുടെ പ്രിവ്യൂ ഷോ നടന്നു. ജിദ്ദ റുവൈസിൽ നടന്ന പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. നിതിൻ സെബാസ്റ്റ്യൻ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനത്തിന്റെ വരികൾ ബിനോയ് ജോസഫിന്റേതാണ്. ബൈജുദാസിന്റെ ആലാപനവും വിജയ് ചന്ദ്രുവിന്റെ സംവിധാന മികവും ഒത്തുചേരുന്ന ഒരു മനോഹര പ്രണയഗാനമാണ് അശ്വം. മുൻപ് പുറത്തിറങ്ങിയ 2 മ്യൂസിക് വീഡിയോകളുടെയും വൻ വിജയത്തിനു ശേഷമാണ് തീവണ്ടി ബാൻഡ് തങ്ങളുടെ 3ാമത്തെ സൃഷ്ടിയുമായി എത്തുന്നത്. ജിദ്ദയിൽ മലബാർ അടുക്കളയും ലുലു ഹൈപ്പർ മാർക്കറ്റും സംയുക്തമായി സംഘടിപ്പിച്ച പായസ മത്സരത്തിൽ മാറ്റുരച്ച് പ്രവാസി മലയാളി വനിതകൾ. പാരമ്പര്യവും പുതുമയും ഒത്തുചേർന്ന വൈവിധ്യമാർന്ന പായസങ്ങളാണ് ഒരുക്കിയത്. പ്രശസ്ത ഷെഫുമാരായ മുബീന സാലിഹ്, സജ്ന യൂനുസ്, സുറുമി അബ്ദുള്ള എന്നിവർ വിധികർത്താക്കളായി. വാശിയേറിയ മത്സരത്തിൽ ആതിര 1ാം സ്ഥാനവും ഷക്കീല മൻസൂർ 2ാം സ്ഥാനവും ബൻസീറ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ചീഫ് കോർഡിനേറ്റർ കുബ്ര ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 10ഓളം എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന മേളയിൽ സംഗീതവും നൃത്തവും ആഘോഷത്തിന് മാറ്റുകൂട്ടി. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ കോടികളുടെ ആഭരണ കവർച്ച മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്ന വിലയിരുത്തലിൽ പോലീസ്. കവർച്ച നടന്ന മാസത്തെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് പോലീസിന് സ്ഥിരീകരണം ലഭിച്ചു. അന്വേഷണവുമായി ബന്ധപ്പെട്ട ചെന്നൈയിലും ബംഗളൂരുവിലുമുള്ള കൊട്ടാരത്തിലെ ബന്ധുക്കളെ പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയാണ്. 2025 നവംബറിൽ കൊട്ടാരത്തിലെ മുറിക്കുള്ളിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി വിലമതിക്കുന്ന ആഭരണങ്ങൾ നഷ്ടമായെന്നായിരുന്നു പരാതി. നവംബറിൽ നടന്ന കവർച്ചയിൽ പോലീസിൽ പരാതി നൽകിയത് 2026 മാർച്ചിലായിരുന്നു. ഈ കാലതാമസം അന്വേഷണത്തിൽ തിരിച്ചടിയായെന്നാണ് പോലീസ് നിഗമനം. പരാതി ലഭിക്കാൻ വൈകിയത് കാരണം നവംബറിലുള്ള കൊട്ടാരത്തിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ദൃശ്യങ്ങൾ റിട്രീവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് കഴിയില്ലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ശാസ്ത്രീയ സ്ഥിരീകരണം. ഇതോടെയാണ് കവർച്ച ആസൂത്രിതമായി നടപ്പാക്കിയതെന്ന് പോലീസ് സംശയിക്കുന്നത്. കവർച്ച നടന്ന മാസം കൊട്ടാരം സന്ദർശിച്ച ബന്ധുക്കളെ ചോദ്യം ചെയ്തു വരികയാണ്. 20 പേരെ ചോദ്യം ചെയ്തു. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലുള്ളവരെ വിളിച്ചുവരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. ഇനിയും കുറച്ചുപേരെ കൂടി ചോദ്യം ചെയ്യും. കൊട്ടാരവുമായി ബന്ധപ്പെട്ടവരുടെ മൊബൈൽ വിവരങ്ങൾ പരിശോധിക്കാനും നീക്കം നടക്കുന്നുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഗൾഫ് ടുഡേ ഇതോടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.